നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ യൂഷ്വൽ ഉച്ചയ്ക്കുള്ള അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. അതായത് രാവിലെ തൊട്ട് ഉച്ച വരെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം കൂടി ഒന്ന് അനലൈസ് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ. കാര്യമായിട്ട് ഇന്ന് സംഭവിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. വലിയൊരു കോണ്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലത്തെ അനീഷിൻ്റെ പ്രഭാത ചൊറി ഭയങ്കരമായിട്ട് ഇല്ലാത്തൊരു ദിവസമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. മറ്റേക്കെന്ന് വെച്ചാൽ എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അനീഷിൻ്റെതായ സ്ഥിരം ഫോർമാറ്റിലുള്ള പ്രഭാത ചൊറി ഉണ്ടായിരുന്നു. ഇന്ന് എന്തോ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞത് അനീഷിൻ്റെ ചെറിയൊരു മാറ്റം ഉണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ അനീഷിലേക്ക് ബാക്കിയുള്ള ആൾക്കാരെ അഡാപ്റ്റ് ചെയ്താണെന്ന് അറിയില്ല. എന്തോ അന്ന് രാവിലെ തൊട്ടുള്ള ചൊറി വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷോ, ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ ഈ ഒരു ഷോ കൊണ്ടുപോകുന്നതും അനീഷാണെന്നുള്ളത് നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം. കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അനീഷിനെ കൊണ്ടാണോ എന്നൊരു സംശയം തോന്നുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ടാസ്ക് ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ എല്ലാം ഇത് കറങ്ങി തിരിഞ്ഞ് സെൻറ്ററിൽ അനീഷ് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് കംപ്ലീറ്റ് അനീഷിന് വേണ്ടിയുള്ള ടാസ്ക്, അല്ലെങ്കിൽ അനീഷിലേക്കുള്ള ടാസ്ക്, അനീഷിന് വേണ്ടിയല്ല അനീഷിലേക്കുള്ള ടാസ്ക്കാണ്. കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു വ്യക്തിനെ ബിഗ് ബോസിൽ കോർണർ ചെയ്യപ്പെടുന്ന സമയത്ത് ഒരുപാട് ഫാൻസ് അയാൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അത് കോമണർ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന് പറഞ്ഞ ഒരാൾക്ക് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് വേറെ യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല, ഒന്നും അറിയാത്ത ഒരാൾക്ക് ഇത്ര അധികം ഫാൻസ് സോഷ്യൽ മീഡിയയിൽ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അത് ചില്ലറ കാര്യമല്ല. കാരണം വെച്ചാൽ ഞാൻ പല പോളുകൾ ഇടുന്ന സമയത്തും പല ആൾക്കാർ ഡിസ്കസ് ചെയ്യും, പല കമൻറ്റ് ബോക്സിലൊക്കെ നോക്കുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് അനീഷിനുണ്ട്, മറ്റുള്ളവർക്കുണ്ട്. പക്ഷേ അനീഷിന് ഇത്ര അധികം സപ്പോർട്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ട് എന്നുള്ളത് അത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് നല്ല സൂചന ആയിരിക്കില്ല. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് അതിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം അനീഷ് എന്നൊരു വ്യക്തിയാണ് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ രാവിലത്തെ നടന്നിട്ടുള്ള മോർണിംഗ് ടാസ്കിൻ്റെ പരിപാടിയും കാര്യങ്ങളിലേക്ക് വരാം. അതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എനിക്കതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. നോക്കൂ, ബിഗ് ബോസിൽ ആദിലും നൂറയും ആദിലും നൂറുള്ള വിഷയം ഒരുവിധം എല്ലാവർക്കും അറിയണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ ബിഗ് ബോസ് മാത്രം കാണുന്ന മറ്റുള്ള സോഷ്യൽ ഇഷ്യൂസ് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കാം. കാരണം ന്യൂസ് ചാനൽസ് കാണുന്നു, ഇപ്പോൾ ബിഗ് ബോസും കാണുന്നു, അല്ലെങ്കിൽ സീരിയൽ അങ്ങനെ കണ്ടുപോകുന്നത്. അല്ലാതെ നമ്മൾ റിയാക്ഷൻ വീഡിയോസിലൊക്കെ ആദിലും നൂറിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അല്ലേ. അവരുടെ വിഷയമൊക്കെ ഭയങ്കര രീതിയിൽ ചർച്ചയായിട്ടുള്ള. ഇതൊന്നും അറിയാതെ ആദില നൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊന്നും അറിയാതെ, അല്ലെങ്കിൽ ഒരു പ്രീസെറ്റ് മൈൻഡോടുകൂടി ആദിലേനെയും നൂറേനെയും ബിഗ് ബോസിൽ കണ്ട സമയത്ത് മനസ്സിൽ ഒരുപാട് പേര് ചിന്തിച്ചിട്ടുള്ള വിഷയമായിരിക്കും രണ്ടുപേരെ കാണുന്ന സമയത്ത്, എസ്പെഷ്യലി നൂറ, ഷീസ് മോർ ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ പറയല്ല കേട്ടോ, രണ്ടും ഭംഗിയായിട്ട് താരതമ്യം ചെയ്യാൻ ഒരു സാധാരണക്കാരുടെ മനസ്സെന്നുള്ള കണ്ടീഷനിലും പറയാം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതെന്നല്ല, പക്ഷേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഈശ്വര, ഇവർക്ക് രണ്ടുപേർക്കും ഓരോ ചെക്കന്മാരെ കിട്ടിയില്ലേ, ഇവർ എന്ത് കല്യാണം കഴിച്ചൂടെ, എന്തൊരു കഷ്ടമാണെന്ന് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നോട് ഒരുപാട് പേര് സംസാരിക്കാറുണ്ട്, ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരാൾ ചിന്തിക്കും. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കേണ്ട വലിയൊരു ഫാക്ടറുണ്ട്. അത് ഒരുപക്ഷെ ചിലപ്പോൾ ഒരു നോർമൽ കണ്ടീഷനിൽ ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. ഇന്ന് ഈ മാറുന്ന ചിന്താഗതി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഡേ ബൈ ഡേ അഡാപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ അഡാപ്റ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് പീപ്പിൾ ലൈക്ക് ആദില ആൻഡ് നൂറ അണ്ടർസ്റ്റാൻഡ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില വിഷയങ്ങൾ ഇടപെടുന്ന സമയത്ത് ഇതിലേക്ക് അവർ മറ്റേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ തിരുത്തുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ സ്വയം നമ്മളെ ചിന്തിച്ച് തിരുത്തേണ്ട, മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഈ ഒരു വിഷയമാണ് ഇന്ന് രാവിലെ അവിടെ നടന്നിട്ടുള്ളത്. ഷാനവാസും പിന്നെ ആദില നൂറയും തമ്മിലുള്ള ഒരു സംഭാഷണം. വിഷയം ആദില നൂറയുടെ അവരുടെ ഓറിയൻറ്റേഷൻ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവർ എടുത്തിട്ടുള്ള തീരുമാനം, അവരുടെ ഫ്യൂച്ചർ, അവരുടെ പാസ്റ്റ്, അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം, ഇങ്ങനത്തെ കാര്യങ്ങൾ കോർത്തിണക്കി ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള നമ്മളെ പഴയ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടുള്ള ഒരു ചിന്താഗതിയുമായി വരുന്നിട്ടുള്ള ഷാനവാസിൻ്റെ സംസാരമാണ്. നോക്കൂ, ഇതിൽ എവിടെയും ആർക്കും ഒരു അരോചകമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അരോചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഷാനവാസ് ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഷാനവാസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരുപാട് പേർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഷാനവാസിൻ്റെ മൈൻഡുള്ള ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഷാനവാസ് നല്ലൊരു മനസ്സിന് ഉടമയാണെന്ന് എനിക്ക് ബിഗ് ബോസ് എന്ന് കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഷാനവാസ് പക്ഷേ അറ്റ് ദി സെയിം ടൈം ഷാനവാസിൻ്റെ കാര്യത്തിൽ വലിയൊരു സംഭവമുണ്ട്. ഷാനവാസ് കൊണ്ടുവരുന്ന ഒരു ബാക്കപ്പ്, അതായത് ഷാനവാസിനെ വോട്ട് ചെയ്യുന്ന ബാക്കപ്പ് ഉണ്ടല്ലോ, എപ്പോഴും ബിഗ് ബോസ് എന്ന ഗെയിം ഷോ ഉണ്ടല്ലോ, ഈ ബാക്കപ്പ് എപ്പോഴും
ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കുറച്ച് പ്രായമൊക്കെ ആയിട്ടുള്ള പ്രേക്ഷകരായിരിക്കും, കുറച്ച് പക്വതയൊക്കെ ഉള്ള ആൾക്കാർ, പഴയ ഒരു ചിന്താഗതി ചിന്തിക്കുന്ന പ്രേക്ഷകരാണ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് ഡെലിവർ ചെയ്യുന്ന ഒരു കോണ്ടൻറ്റും ആ രീതിയിലാണോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. ഞാൻ അയാൾ മോശമെന്നൊരിക്കലും ഞാൻ പറയുന്നില്ല കേട്ടോ. എല്ലാവർക്കും അവരവരുടെ ഗെയിം സ്ട്രാറ്റജിയാണ്. ഗെയിം സ്ട്രാറ്റജിയിലുപരി എല്ലാവരും അവരവരുടെ ഉള്ളിൽ സ്വയമായിട്ട് തോന്നുന്നൊരു മനുഷ്യരുണ്ട്. ഒരുപാട് കാലമൊന്നും ക്യാമറകളെ കബളിപ്പിച്ചിട്ടൊന്നും കുറേ കാലമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെ ഷാനവാസ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നു. വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഗെയിം കളിക്കുന്ന, സ്ലോലി സംസാരിച്ച് മുന്നേറി പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ് അയാൾ. അപ്പോൾ ഷാനവാസ് ഇവിടെ വന്ന് കൊണ്ടുവരുന്ന ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ ഓഡിയൻസിൻ്റെ ബാക്കപ്പാണ്. അപ്പോൾ അവരുടെ മുന്നിലേക്കാണ് ഈ ഒരു പറഞ്ഞിട്ടുള്ള ആ ഒരു ഗിസേലിൻ്റെ സംഭവം ഇട്ട് കൊടുക്കുന്നതും. സ്വാഭാവികമായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അവിടെ ഷാനവാസിനാണ് വന്നിട്ടുള്ളത്. ഗിസേലിൻ്റെ ഡ്രസ്സിങ്ങിനെ പറ്റി നമ്മൾ വിചാരിക്കും 2025 ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ പരാമർശിക്കുന്നതെന്ന് ചിന്തിക്കേണ്ട കാര്യത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് ഷാനവാസിനാണ് അവിടെ. ഈ ഒരു അധ്യായം കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് രണ്ടാമത് പുറത്തെടുത്തിട്ടുള്ള ഒരു സംഭവമാണ് ആദിലേനെയും നൂറേനെയും പോയിട്ട് സംസാരിച്ചു ഉപദേശിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ ആദിലിനോടും നൂറേനോടും ഇന്നലെ അനീഷ് കയറി സംസാരിച്ചു. അനീഷ് ഓൾറെഡി ചൊറിയനായിട്ടുള്ളൊരു വ്യക്തി. ആദിലും നൂറേനോട് സംസാരിക്കുന്ന സമയത്ത് അവർ ആ ഒരു പ്രീ മെഡിറ്റേറ്റഡ് മൈൻഡ് കൊണ്ട് അനീഷിനെ റിജക്റ്റ് ചെയ്യല്ല ചെയ്തത്. അനീഷ് ആ ഒരു സമീപിച്ചിട്ടുള്ള ആ മൂഡും ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആംബിയൻസ് മൂഡ്, ഈ പറഞ്ഞ എല്ലാ പരിപാടികളും കൊണ്ടാണ് ആദില നൂറ ഈ അനീഷിനെ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്തത്. പക്ഷേ നേരെ മറിച്ച് ഷാനവാസ് എന്ന വ്യക്തി ഈസ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് പേഴ്സൺ. അപ്പോൾ ചിലപ്പോൾ ചിന്താഗതി, അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ ചിന്താഗതി വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചിലപ്പോൾ അനീഷിൻ്റെ ചിന്താഗതി ആയിരിക്കാം ഒന്നും കൂടി ഫോർവേഡായിട്ട് ചിന്തിക്കുന്നത്. പക്ഷേ അവിടെ ഷാനവാസ് എന്ന് പറഞ്ഞാൽ ആ പഴയ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട്, ഏത് മൈൻഡ് സെറ്റ് എന്നറിയോ, ഒരു രക്ഷിതാവിൻ്റെ രീതിയിലുള്ള ഒരു സംസാരമാണ് ഷാനവാസിനുള്ളത്. ഗെയിം അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ബിഗ് ബോസ് ആണ് ഇത്. നമ്മൾ റിയൽ ക്യാരക്ടർ ജഡ്ജ് ചെയ്യുന്ന ഷോ അല്ല. ബിഗ് ബോസ് എന്നുള്ള ഗെയിം ഷോൻ്റെ അതിനുള്ളിൽ കളിക്കുന്ന സംഗതികളായതുകൊണ്ട് ഈ ഒരു രീതിയിലും കൂടി ഞാൻ ചിന്തിക്കും. ചിലപ്പോൾ നിങ്ങളും ചിന്തിച്ചു എന്ന് വരാം. ഷാനവാസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ ആ ഒരു രീതിയിൽ ചിലപ്പോൾ ചിന്തിക്കില്ല. അപ്പോൾ ഷാനവാസിനെ നേരിട്ട് അറിയുന്നവരും ചിന്തിക്കില്ലായിരിക്കാം. എന്താണെന്നുള്ള സത്യാവസ്ഥ അവർക്കറിയുള്ളൂ. പക്ഷേ നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചു പോകും ഇത് ഗെയിം സ്ട്രാറ്റജി ആണല്ലോ. അപ്പോൾ ഷാനവാസ് ഇവരോട് ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഷാനവാസ് ആ കാര്യങ്ങൾ എടുത്തിരുന്ന വേ ഈസ് ലൈക്ക് അപ്രീഷിയബിൾ. നമ്മൾ പറയാതിരിക്കാൻ വയ്യ, കമൻറ്റബിളാണ്. നമ്മൾ കാരണം കൈയടിക്കേണ്ട സിറ്റുവേഷൻ. കാരണം ഷാനവാസ് പറയുന്നതെന്ന് വെച്ചാൽ, ഷാനവാസ് സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞു. ഏത് ഏജിലാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്? എൻ്റെ മോന് 18 വയസ്സായി. 18 വയസ്സ് 2 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊരു ഏണിംഗ് മെമ്പറായി. അവൻ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതായത് ഒരു ട്രഡീഷണൽ അല്ല പറയുന്ന ഒരു കോൺസെപ്റ്റ്. കാരണം നമ്മളിങ്ങനെ ചിന്തിക്കും. ഇപ്പം ഞാൻ എൻ്റെ മോന് ഇപ്പോൾ 15-14 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഞാനും ചിന്തിക്കണം, വീട്ടിൽ പറയുന്ന കാര്യമാണ്, ഒരു 5-6 വർഷം കൂടി കഴിഞ്ഞാൽ അവനെന്നെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. പക്ഷേ എനിക്കൊരു ബലമാണെന്ന് പറയും. ഷാനവാസ് അവിടെ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ അവന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവന് ഇതായിരിക്കും, അവനൊരു സപ്പോർട്ടാണ്. ശരിക്കും ഡെഫിനറ്റ്ലി മൂത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ വേർതിരിവ് കാണിക്കുന്നില്ല. പ്രായപൂർത്തിയാവുന്ന സമയത്ത് എന്തിനും ഡിസിഷൻസ് എടുക്കാൻ കേപ്പബിൾ ആവുന്ന സമയത്ത് അച്ഛന്മാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ രക്ഷിതാക്കൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സപ്പോർട്ടാണ് ഇവർ. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ അങ്ങനെ പലപ്പോഴും വീട്ടിൽ പറയാറുണ്ട് കേട്ടോ. ഒരു 3 വർഷം കൂടി കഴിഞ്ഞ് ഞങ്ങൾ ബൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവനൊരു 3 വർഷം കഴിയുമ്പോൾ നമുക്കൊരാളും കൂടി ഉണ്ടല്ലോ, നമുക്കൊരു എക്സ്ട്രാ ഒരു സ്ട്രെങ്ത്ത് വരികയാണ്. കാരണം ആ ഒരു സമയമാകുമ്പോഴേക്കും രക്ഷിതാവിൻ്റെ ശക്തിയും കാര്യങ്ങളൊക്കെ ക്ഷയിച്ച് പോയിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് താഴെ ഗ്രാഫ് വരുന്ന സമയത്ത് നമുക്കൊരാൾ വരികയാണ്. ഇത് വരുന്നത് ഒരു 44-45 വയസ്സിൽ 46 വയസ്സിലൊക്കെ കിട്ടുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെങ്ത്തും പിന്നെ നമ്മളെ എക്സിസ്റ്റിംഗ് കൂടി ആവുന്ന സമയത്ത് മുന്നോട്ട് പോകാനുള്ള ഭയങ്കര ഇതുണ്ടാവും. ഈ ഒരു രീതിയിലാണ് ഷാനവാസ് ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതോട് കൂടി ഇവിടെ ആദിലിനോടും നൂറിനോടും പറയുന്നുണ്ട് ഷാനവാസ്, പിന്നെ നിങ്ങൾ ഈ കുട്ടികളെ കുറിച്ച് നിങ്ങളുടെ അവരുടെ ജീവിത സാഹചര്യത്തിന് നേരെ കണക്ട് ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങളൊരു കുട്ടിയുടെ കാര്യം സംസാരിക്കുന്ന സമയത്ത് ആദില നൂറ പറയുന്നുണ്ട്, ഞങ്ങളൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടെന്ന്. ഹൗ ബ്യൂട്ടിഫുള്ളി ദേ ആർ സ്പീക്കിങ്. അത് കമൻറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. എനിക്കവിടെ ഷാനവാസ് എന്നെ ഇമ്പ്രസ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് എന്നെ ഇമ്പ്രസ് ചെയ്യിക്കുന്ന സെൻസ്, ഞാൻ ഷാനവാസിനെ കൺസിഡർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്നെ ഇമ്പ്രസ് ചെയ്യിച്ചത് ആദില നൂറെ. കാരണം എന്താ അറിയോ, ഈ അഡോപ്ഷൻ്റെ കാര്യം ചോദിക്കുന്നത്. അപ്പോൾ ഷാനവാസ് അവിടെ പറഞ്ഞ വർത്തനുണ്ട്, ഇന്നത്തെ കാലത്ത് സ്വന്തം ചോര പോലും മറിച്ച് കൂടെ നിൽക്കാത്തൊരു കാലത്ത് അഡോപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് എന്ന് പറഞ്ഞതോടുകൂടി ബിഗ് ബോസ് അവിടെ മ്യൂട്ട് ചെയ്യണം. ബിഗ് ബോസ് ആ ഒരു കോൺവെർസേഷൻ കട്ട് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത്രയും സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ആയതുകൊണ്ട് ഒഴിവാക്കിയതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ മറ്റേ എപ്പിസോഡിൽ കാണിക്കുമെന്നുള്ള അറിയില്ല. അല്ലെങ്കിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുമോ എന്താ പരിപാടി നമുക്കറിയില്ല. ലാലേട്ടൻ വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താ അതിൻ്റെ സംഭവം നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഇതോടുകൂടി അവിടെ ഒരു മ്യൂട്ട് വരുന്നു. ബാക്കി പിന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നു. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ അറിയോ, നമുക്ക് ഇത് തിരുത്തേണ്ട ഒരു സംഭവമല്ല. ദർ ആർ സർട്ടൻ തിങ്സ് വിച്ച് ഹാസ് ടു ബി കറക്റ്റഡ്. തിരുത്തേണ്ട വിഷയം എന്ന് പറയും, ഇത് തിരുത്തേണ്ട വിഷയമല്ല. ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ദൈവം അവരെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് അട്രാക്ഷൻ തോന്നുന്നത് സെയിം സെക്സിലുള്ളൊരു വ്യക്തിയോടാണ് അവർക്ക് അട്രാക്ഷൻ തോന്നുന്നത്. അത് അവരുടെ കുഴപ്പമല്ല. വെച്ചാൽ അവരുടെ കുഴപ്പമല്ല, അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല.
ഇപ്പം അതാ ഞാൻ പറഞ്ഞ ആദ്യം ഞാൻ പറഞ്ഞ സംഭവം പറഞ്ഞില്ലേ, നൂറ ഭയങ്കര ഭംഗിയുണ്ട്. അപ്പോൾ നൂറയുടെ മുന്നിൽ ഭയങ്കര ഭംഗിയുള്ളൊരു പയ്യൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല ആൾക്കാരൊക്കെ ഇനീഷ്യലി കമൻറ്റ് ചെയ്ത് കണ്ടു ആര്യൻ്റെ ഒരു കേസ് കണ്ടു, ഈസ് ലൈക്ക് ഹാൻസം ഗൈ അല്ലേ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആര്യനെ പോലെ ഒരു വ്യക്തി ചെന്ന് ഇടപഴകി എന്ന് വിചാരിച്ചിട്ട് മാറാവുന്ന ഒരു ടേസ്റ്റോ രുചിയോ അല്ല അവിടെ. അപ്പോൾ അത് അവിടെ ഒരു വേറൊരു നല്ല ഭംഗിയുള്ള പുരുഷനെ കിട്ടാത്തത് കൊണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പുരുഷനോട് ഇടപഴകാൻ പറ്റാത്തത് കൊണ്ടോ മാറിപ്പോയിട്ടുള്ളൊരു സാഹചര്യം ഇല്ല അവരുടെ. അവർക്ക് അല്ലാതെ അവർ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നിട്ടോ അവർ ബാക്കിയുള്ള കാര്യം, കാരണം ആ കുട്ടികളുടെ സംസാരം അവരുടെ ചിന്താഗതിയും കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവരേക്കാളും നല്ല രീതിയിൽ ചിന്തിക്കാൻ കേപ്പബിലിറ്റി, നല്ലൊരു ഔട്ട്ലുക്കും പേഴ്സ്പെക്റ്റീവും ഒക്കെ ഉള്ള ആൾക്കാരാണ് അവർ. അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സൊക്കെ വളരെ നല്ലതാണ്. പിന്നെ വളരെ നല്ല ക്ഷമയും കാര്യങ്ങളൊക്കെ ഉള്ള രണ്ട് കുട്ടികളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്താ അറിയോ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഷാനവാസ് ഈ പറഞ്ഞിട്ടുള്ള വർത്തമാനം, ഷാനവാസ് പോട്ടെ, ഷാനവാസ് അവിടെ എല്ലെടുത്തു, ഷാനവാസ് ആണ് വൂവർ ഇറ്റ് ബി, ഈ പറഞ്ഞിട്ടുള്ള ഒരു വർത്തമാനം വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയോടാണിത് പറഞ്ഞതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, പണ്ടത്തെ സീസണിൽ റിയാസും അങ്ങനത്തെ ടീമൊക്കെ വന്നു, അവരോടാണ് ഇങ്ങനത്തെ രീതിയിൽ ഷാനവാസിന് ഇപ്പോൾ ഇതേ ടോണിൽ അല്ലെങ്കിൽ ഇതിലേറെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ടോണിൽ സംസാരിക്കാതെ മാക്സിമം കഴിവെടുത്ത് സംസാരിച്ചതെങ്കിൽ ഇവർ റിയാക്ട് ചെയ്ത പോലെ ആ ടീം റിയാക്ട് ചെയ്യുന്ന തോന്നുന്നുണ്ടോ? അവിടെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇവരെ ഇഷ്ടപ്പെട്ടത്. കാരണം വെച്ചാൽ അവരത്രയും എനിക്ക് തോന്നുന്നത് വെച്ചാൽ മാതാപിതാക്കളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല കേട്ടോ. നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ കുട്ടികളുടെ കേസിൽ കുട്ടികൾ വളർന്നു വന്നു കഴിഞ്ഞിട്ട് എനിക്കുള്ളൊരു ആൺകുട്ടിയാണ്, ഇവൻ ആൺകുട്ടി വലുതായി വന്നു കഴിഞ്ഞാൽ പല മാതാപിതാക്കളും ഒന്ന് ചിന്തിക്കേണ്ട കേസാണ്. അവൻ ആരോടായിരിക്കും ഇഷ്ടം തോന്നുക എന്നുള്ളത് അല്ലേ. അവൻ ഫോർ എക്സാമ്പിൾ ഒരു ആണിനോടാണ് ഇഷ്ടം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശാരിക പറഞ്ഞ മാതിരി ഒറ്റയടിക്ക് റെഡിലി അക്സെപ്റ്റ് ചെയ്യും? എനിക്ക് തോന്നുന്നില്ല, നമുക്ക് കഴിയില്ല സീരിയസ്ലി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? കഴിയില്ല എന്ന് വിചാരിച്ചാൽ അവരെ ഒഴിവാക്കി വിടില്ല കേട്ടോ. നമ്മൾ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹം ഇതാണ്, എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഓരോ രക്ഷിതാവിൻ്റെ ആഗ്രഹം, ഒരു പെൺകുട്ടി അടുത്ത വയസ്സിൽ പെൺകുട്ടിയും കൊണ്ടുവരണം എന്നല്ല അവസ്ഥയാകുന്നില്ല, ഒരു ആൺകുട്ടി കല്യാണം കഴിച്ച് നമ്മളുടെ ആ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴയ കാലത്തുള്ള ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികളുടെ റിലേഷൻഷിപ്പിൽ പോകണം എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുക. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേര്, എനിക്കൊന്നും ഭൂരിഭാഗവും ഇല്ല എന്ന് ഞാൻ പറയില്ല, ചില ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷേ നമുക്കൊരിക്കലും അങ്ങനെ കഴിയില്ല. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചു പോകും. എന്നിട്ടും കുട്ടികൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും ഒഴിവാക്കുന്നതിൽ നമ്മൾ ഒഴിവാക്കുന്നതിന് യോജിക്കുന്നില്ല. അവരെ അടിച്ചിതാക്കുന്നതിൽ, പീഡിപ്പിക്കുന്നതിൽ, ടോർച്ചർ ചെയ്ത് ഇതാക്കുന്നതിൽ ഒരിക്കലും നമ്മൾ യോജിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അതൊരു പ്രകൃതിയുടെ നിയമമാണെന്നുള്ള കണ്ടീഷനിൽ ആക്സെപ്റ്റ് ചെയ്യില്ല. അത് വേറൊരു മാർഗ്ഗം അതിലില്ല എന്ന് വെച്ച് നമ്മളിങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഷാനവാസിൻ്റെ എന്താ പറയുക, ഷാനവാസ് അത്രത്തോളം ചിന്തിച്ചിട്ടില്ലായിരിക്കാം. എഡ്യൂക്കേഷൻ എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഷാനവാസ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരും, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഷാനവാസിനെ പോലെ ചിന്തിക്കുന്ന ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ള ആ ഒരു ഫാക്ടർ. ഷാനവാസ് സംസാരിച്ച് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് സംസാരിച്ച് മാറുന്ന രണ്ട് കുട്ടികളാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? ഷാനവാസിന് അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ ഷാനവാസ് മനഃപൂർവ്വം ഇങ്ങനെ ഒരു കോണ്ടൻറ്റ് ഉണ്ടാക്കിയതാണോ? ആ ഒരു രീതിയിലും വേണമെങ്കിൽ ചിന്തിക്കാം അല്ലേ. ബിഗ് ബോസ് എന്നുള്ള സംഗതിയിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഷാനവാസിൻ്റെ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ സീരിയൽ ഓഡിയൻസാണ്, പഴയ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവരുടെ മുന്നിലേക്ക് ഷാനവാസ് ഇങ്ങനെ പറഞ്ഞ ഷാനവാസിൻ്റെ ചിന്താഗതി ഇതാണ്, എന്നാൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിലുള്ള ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ് ഷാനവാസ്. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ. ഷാനവാസ് വളരെ നല്ല രീതിയിൽ ഒരു രക്ഷിതാവ് എന്നുള്ള കണ്ടീഷനാണ്, ഒരു ഏട്ടൻ എന്നുള്ള കണ്ടീഷനിലല്ല ഷാനവാസ് പറഞ്ഞത്, ഷാനവാസ് ഒരു രക്ഷിതാവ് എന്നുള്ള കണ്ടീഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഒരു വലിയൊരു സംഭവം. എനിക്ക് അതിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അവർ ആ പക്വതയോടു കൂടി അവർ കാര്യങ്ങൾ ഡീൽ ചെയ്തു. ബാക്കി എന്താ ഉണ്ടായതെന്നുള്ള നമുക്ക് അറിയില്ല, അവർ ചൂടായോ ബേസ്റ്റായോ എന്നുള്ള അറിയില്ല, അതുകൊണ്ടാണോ കട്ട് ചെയ്തെന്നുള്ള അറിയില്ല. എന്തായാലും നമ്മൾ കേട്ടോടത്തോളം ഭാഗം അവർ എടുത്തു ചാടി റിയാക്ട് ചെയ്യുന്നത് പോലെ നമുക്ക് കണ്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് അങ്ങനെ പറഞ്ഞു തിരുത്താവുന്നൊരു സംഭവമല്ല. അത് ഷാനവാസിനെ പോലുള്ള വ്യക്തികൾ ചിന്തിക്കേണ്ട ഒരു കേസാണ്. കാരണം എവിടെന്നെങ്കിലും വന്നിട്ട് ആരെങ്കിലും അതൊരു ശരിയുള്ള കാര്യമല്ല. അതൊന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യും. രണ്ടാമത്തെ കേസ് ഇന്ന് നടന്നിട്ടുള്ള മോർണിംഗ് ടാസ്കിൽ ഒരു നിമിഷം മോർണിംഗ് ടാസ്കിൽ പിന്നെ അതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. അതായത് മോർണിംഗ് ടാസ്ക് കൊണ്ടുപോകാൻ ഇന്ന് അനീഷിനെ വീണ്ടും കേന്ദ്ര കഥാപാത്രമാക്കാനുള്ള ഒരു ടാസ്ക്കാണ് ഇന്ന് ബിഗ് ബോസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഏറ്റവും വെറുപ്പിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വേറെ ഒരു പേരും അവിടെ വരാനില്ല അല്ലേ, ഒരു പേരും വരാനില്ല. ഏറ്റവും വെറുപ്പിക്കുന്ന വ്യക്തി കണ്ണും പൂട്ടിക്കൂത്തും. അതെനിക്കൊന്നു വെച്ചാൽ കണ്ണടച്ചിട്ടുണ്ടെങ്കിലും ഏത് ഇരുട്ടുമുറി കൊണ്ടിട്ടുണ്ടെങ്കിലും ഒരു ഒറ്റ കുത്തലുണ്ടാവുള്ളൂ അനീഷിനുള്ള വോട്ട്. എല്ലാവരും വോട്ട് ചെയ്തില്ല, എല്ലാവരും അനീഷിന് വോട്ട് ചെയ്തപ്പോൾ ഒരാൾ മാത്രം അനീഷിന് വോട്ട് ചെയ്തിട്ടില്ല, ആരാണ് അനീഷിന് വോട്ട് ചെയ്യാത്തറിയോ? അനീഷ് തന്നെ. ഓനിപ്പോൾ അവനെ സ്വയം കുത്താൻ പറ്റില്ലല്ലോ. ആ ഒരു കണ്ടീഷനിൽ അനീഷിന് വോട്ട് ചെയ്തില്ല. പിന്നെ സേഫ് ഗെയിമർ എന്നുള്ള കണ്ടീഷനിൽ അനുമോളും പിന്നെ മറ്റേ ചങ്ങാതിയും എന്താ പറയുക നെവിനും സേഫ് ഗെയിമേഴ്സായിട്ട് തന്നെ ശരി എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. പിന്നെ ജെനുവിൻ ഗെയിമേഴ്സായിട്ട് അവിടെ ആരെയാണ്? അപ്പാനീനെയാണ് ഒക്കെ തോന്നുന്നുണ്ട്. അപ്പാനിയൊക്കെ ഗിസേലും അപ്പാനിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പാനി എന്ത് ഗെയിം അവിടെ കളിക്കുന്നത്?
എനിക്കറിയില്ല കേട്ടോ അപ്പാനി എന്ത് ഗെയിം കളിക്കുന്നത്. ഗിസേലിൻ്റെ കയ്യിൽ മരുന്നുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പാനി അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് എന്നൊരു സെൻട്രൽ ക്യാരക്ടർ ഇപ്പോൾ ഉണ്ട് അവിടെ. ഷാനവാസ് ഒന്നും മലമറിച്ചിട്ടല്ല, ഷാനവാസിന് എന്തൊക്കെയോ ആർക്കൊക്കെ എവിടെയൊക്കെ പേടിയുണ്ട്. അല്ലാണ്ട് ഷാനവാസ് എല്ലാത്തിലും കയറി അഭിപ്രായം പറഞ്ഞ് ഒരു ടെററായി നടന്നിട്ടല്ല. എവിടെയോ ഒരു വലിയേട്ടൻ ഇമേജ് ഇവരൊക്കെ ഷാനവാസിന് ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്, ഉള്ളോണ്ട് കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ രുദ്രൻ ഇമേജ് ആണെന്നുള്ളത് അറിയില്ല. രുദ്രൻ ഭദ്രൻ മീശപുരി മുണ്ട് ഒക്കെ ആ ഒരു കാറ്റഗറിയിലാണോ ഷാനവാസിനെ കാണുന്നത്, അത് ആ എഫക്റ്റാണോ, ആ രുദ്രൻ എഫക്റ്റാണോ എന്നുള്ളത് അറിയില്ല. എവിടെയോ മനസ്സിൻ്റെ ഉള്ളുകൊണ്ട് ഷാനവാസിനോട് ചെറിയൊരു സംഭവം കാണിക്കുന്നുണ്ട്. ഈ ഉള്ളുകൊണ്ടുള്ള ഈ ഒരു ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സാധനമാണ് അക്ബറിലൂടെ പുറത്തു വരുന്ന മറ്റേ സാധനം. അതായത് അക്ബർ ഷാനവാസിനെയാണ് എതിരാളിയായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അനീഷും അത് തന്നെയാണെന്നുള്ളത് മനസ്സിലാവും ഏകദേശം. അപ്പോൾ അനീഷിനോട് ഏറ്റവും കൂടുതൽ കച്ചറ ഉണ്ടാക്കുന്നത് അപ്പാനി ശരത്താണ്. അപ്പാനി പുറകെ നടക്കുകയാണ്, ഈ വെറുതെ കയ്യും കാലിട്ട് അടിച്ചിട്ട് ഈ കണ്ട പരിപാടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പാനി രണ്ട് രീതിയിലാണ്. ഒന്നെന്താ വെച്ചാൽ അക്ബറിൻ്റെ കേസ് പറഞ്ഞാൽ അക്ബർ ഈ രീതിയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അക്ബർ ഷാനവാസിനെ ഇതാക്കിയിരുന്നു, അനീഷും അവിടെ ഷാനവാസിനെ. അവിടെ മെയിനായിട്ട് ഇങ്ങനൊരു സംഗതിയായിട്ട് അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ കാണുന്നത് ഷാനവാസിനെയാണെന്ന് എനിക്കെന്തോ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് അപ്പാനിയും അക്ബറും തമ്മിലുള്ള ഈ ഒരു ജോയിൻറ്റ് പെറ്റീഷൻ അല്ല, ഈ ഒരു എന്താ പറയുക, ഒരു സയാമീസ് കളി ഉണ്ടല്ലോ, ഇരു ഹൃദയം ഇരു മനസ്സ് ഒരു ഹൃദയോ ഇരു ഉടൽ ഒരു മനസ്സോ എന്ന പരിപാടി ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദി അയൽക്കൂട്ടംസ്, മനസ്സിലായില്ലേ? ആ ഒരു സാധനത്തിലാണ് ഇവൻ ഷാനവാസിനെ ഇതാക്കി നടക്കുന്നത്. എനിക്കൊരു ക്യാരക്ടർ ഇല്ലാത്ത, ഇനിയിപ്പോൾ അവൻ്റെ ക്യാരക്ടർ ശരിക്കും അങ്ങനെയാണ്, ഒരു നിലപാടില്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് പിന്നാലെ എല്ലാ ചന്തയ്ക്കും കയറി പിടിക്കുന്നവനാണെന്നുള്ള എനിക്കറിയില്ല അപ്പാനിനെ കുറിച്ച്. അപ്പോൾ അത് അപ്പാനിയൊക്കെ ഒന്നും കൂടി ഞാൻ പ്രതീക്ഷിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അക്ബർ ഇങ്ങനെ ഒരു പ്രതീക്ഷ നിർത്തിയിട്ടുണ്ട്, അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സംഗതിയും കൂടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കുറച്ചൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതെ, ഷാനവാസ് അല്ല, മറ്റേ അപ്പാനിനെ എഴുതിയത് അക്ബറിൻ്റെ ചംച്ച എന്നാണ്. ചംച്ച എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അക്ബറിൻ്റെ ശിങ്കിടി ആയിട്ട് തന്നെ മാറും. അതിന് ശിങ്കിടി കളി കളിക്കേണ്ട ആവശ്യമുണ്ട് അപ്പാനി, അല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഇന്ന് രാവിലെ നടന്നിട്ടുള്ള വിഷയം. അപ്പോൾ ഇനി ഇതൊന്നുമല്ല, ഈ പിന്നെ ചൊറിച്ചിലേറല്ല, സേഫ് ഗെയിമേഴ്സ് അല്ല, പിന്നെ മൂന്നാമത്തെ കാറ്റഗറി ഏതാ, പ്ലെയേഴ്സ് ഗെയിമേഴ്സ്. ഇത് മൂന്നും അല്ലാത്ത നാലാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. ഇതിലൊന്നും പെടാത്തൊരു ടീം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് ആ വീടിൻ്റെ പോലെ തന്നെ അതിനുള്ളിൽ കിടക്കുന്ന സോഫേൻ്റെ ഇതിൻ്റെയൊക്കെ പോലെ ഒരു കോണ്ടൻറ്റും തരാതെ ബിഗ് ബോസിന് വെറുതെ എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ട്. ചില കേസിൽ അങ്ങനെ വരുമല്ലോ, നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ മറ്റേ വണ്ടിയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് 4 ആളായി കഴിഞ്ഞാൽ അർജൻറ്റായിട്ട് പോകാനുള്ള 5-6 ആളായി കഴിഞ്ഞാൽ എണ്ണം തയ്ക്കാൻ വേണ്ടി ചോദിച്ചുള്ളൂ. 6 ആളായി കഴിഞ്ഞാൽ വണ്ടി പോവും, 7 ആളായി കഴിഞ്ഞാൽ വണ്ടി പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ എണ്ണം തികയ്ക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് അവിടെ. അതിൽ ശൈത്യപ്പെടും, RJ ബിൻസി പെടും. ബിന്നീനെ ഇവരെല്ലാവരും കൂടി വലിയ സംഭവമാക്കി കുന്തായിട്ട് ഇതാക്കുന്നുണ്ട്. ഞാനും തോന്നിയിട്ടുണ്ട് എനിക്ക് ബിന്നി ഭയങ്കര ഗെയിമറാണല്ലോ, പക്ഷേ കാര്യമായിട്ടൊന്നും അയമ ഇതുവരെ ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ രേണു സുധി, എന്ത് തേങ്ങയ്ക്കാണ് ഇവരൊക്കെ പാടെ കൂടി വന്നിരിക്കുന്നതല്ല. സരിക ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക. അഭിലാഷ് ആദ്യത്തെ ദിവസമൊക്കെ വന്നിട്ട് ഒച്ചിമിളി നായാട്ടൊക്കെ കണ്ടപ്പോൾ ഇവൻ തന്നെയാവും ഈ ബിഗ് ബോസ് ഹൗസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. പിന്നെ യാതൊരു വസ്തു എൻ്റെ ഭാഗത്തുനിന്നും കാണുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ, ഇനിയിപ്പോൾ ഞാൻ ആരെയും പേര് സരികയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഹോട്ട് സീറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തരും അഭിപ്രായമൊക്കെ പറഞ്ഞ് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടല്ലേ. ഒച്ചമിളി ഉണ്ടാക്കുക എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. കുറേ ഒച്ച ഉണ്ടാക്കുക, പറഞ്ഞതിന് വീണ്ടും പറയുക, അതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. പേരുണ്ടെന്നല്ല, ഒരുപാട് പേരുള്ളതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഞാൻ പറയാം, സേഫ് ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ്, സേഫ് ഗെയിം പോലും അല്ല, ഗെയിമേ അല്ല, എന്തിനു വേണ്ടി അതിനുള്ളിൽ കയറി ചെന്നിക്കുന്നത്. നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഗൾഫിൽ പോയുള്ള ആൾക്കാരുണ്ടല്ലോ. അതായത് നാട്ടിൽ ഏതായാലും നിൽക്കാൻ പറ്റാത്ത നിൽക്കക്കള്ളി ഇല്ലാണ്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇവിടുന്ന് ഗൾഫിലേക്ക് എവിടെ നിന്ന് പോകുന്ന അവിടെ വല്ല പണിയും കിട്ടുമോ അതുമില്ല. അവിടെ ജോലി പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് അങ്ങോട്ട് വണ്ടി കയറി പോകുന്ന ആൾക്കാരെ വരി അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിയിട്ട് ഇവിടുന്ന് ഗൾഫിൽ പോയിട്ട് അവിടെ പോയി പട്ടിണി കിടക്കുക, അവിടെ ഒരു പണിയില്ലാണ്ട് തേരാപ്പാര നടന്നിട്ട് തേണ്ടി തിരിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തില്ല അവരാരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ രേണുസുധിയും ടീമൊക്കെ അവിടെ കിടന്ന് കളിക്കുന്നത്. ഇവിടെ നിൽക്കാൻ പറ്റായിട്ടാണോ അങ്ങോട്ട് പോയിട്ടുള്ളത്? എന്തിനാണത്? അങ്ങനെ ഒരു ചങ്ങായി രാവിലെ അവിടെ ഉണ്ടെന്ന് തന്നെ അറിയണില്ല. ഇതിപ്പോൾ രേണുവിൻ്റെ മാത്രം എടുത്ത് പറയില്ല, ശൈത്യ, RJ ബിൻസി, അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. അഭിലാഷൊക്കെ എടുത്ത് പറയാതിരിക്കാൻ വയ്യ. കുറ്റങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ വീക്കെൻഡിലേക്കും പറ്റിയിരുന്ന രീതിയിൽ നല്ല കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ടോ. രേണുവൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്, അതിന് കുട്ടികളെ കാണാൻ വയ്യ, മുട്ടിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കരയുന്നുണ്ട്. അതിനൊക്കെ ഒഴിവാക്കിയിട്ട് വേറെയുള്ള ആൾക്കാരും കൊണ്ട് വരാനുള്ള പരിപാടി. ചിന്തിച്ചാൽ ബിഗ് ബോസിന് നന്ന്, നമുക്കും നന്ന്, അല്ലേ? കുറച്ച് അല്ലാണ്ട് ഈ വെറുതെ ഈ അനീഷിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ വീഡിയോ. ലെങ്തി ആയി അല്ലേ? 20 മിനിറ്റ് ആയി, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക.
ഇപ്പോഴത്തെ 2 ഭയങ്കര ഏർലിയാണ്. ഇപ്പോൾ ജഡ്ജ്മെൻറ്റിലാവാൻ കഴിയില്ല, നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ തന്നെ. കാരണം ആരേത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. എവറിത്തിങ് ക്യാൻ ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ഒരു എൻട്രി ഓഫ് മറ്റേ ചങ്ങായി ആര് വൈൽഡ് കാർഡ്. ഒരു നല്ല സ്ട്രോങ് വൈൽഡ് കാർഡിൻ്റെ എൻട്രി എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് കേട്ടോ. വെയിറ്റിംഗ് ഫോർ ദാറ്റ് സീരിയസ് ആയിട്ട്. 1 അല്ല 2 3 4, അല്ലാണ്ട് ഈ എണ്ണങ്ങളെയും വെച്ചിട്ട് ഇനിയിപ്പോൾ 7ൻ്റെ മണിയും 14ൻ്റെ മണിയും കൊടുത്തു കഴിഞ്ഞാൽ നീ ചെന്ന് ചൂടാവുന്ന മറ്റേ അക്ബറിനെയും അതിന് കയറി പിടിക്കുന്ന ഒപ്പം കയറി സൈഡ് കയറി നടക്കുന്ന ശിങ്കിടി പിന്നെ മറ്റവനെയും എന്താ പറയുക അപ്പാനീനെയും അപ്പുറത്ത് നിൽക്കുന്ന ഷാനവാസോ അല്ലെങ്കിൽ 1-2 അപ്പുറത്ത് നിൽക്കുന്ന ഷാനവാസ്, വെറുതെ അനാവശ്യമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്ന അനീഷ്, എന്തിനോ കയറി ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്ന റെന ഫാത്തിമ, അതിനെ പറയാൻ മറന്നു, കാലും കയറ്റിച്ച് തലയും മാന്തിയിരിക്കുന്ന രേണുസുതി, ഇങ്ങനത്തെ പരിപാടികൾ മാത്രമേ നമുക്ക് എന്താ പറയുക അവിടെ ഉള്ളൂ. ഈ ഫോൺ വന്നു. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.